എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ മെഡിറ്റേഷൻ അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കൂടുതലും സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും. പല ആൾക്കാരും എന്നോട് ചോദിച്ചതാണ്, എന്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാൻ ഏത് വീഡിയോ ചെയ്താലും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സന്തോഷം, നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മൾ ആലോചിക്കണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ഒരിക്കലും മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷം തരാൻ സാധിക്കത്തില്ല. ഞാൻ അവർക്ക് സന്തോഷം കൊടുത്തു, അല്ലെ എനിക്ക് അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമുക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഹസ്ബൻഡിനെ ആയാലും വൈഫിനെ ആയാലും മക്കളെ ആയാലും എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മളുടെ ജീവിതം നമ്മൾ മറന്നു പോവുകയാണ്. നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മള് കുറച്ചൊരു 19 ഒക്കെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കും, ഞാൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? നമ്മൾ ആ നല്ല സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ? നമ്മുടെ സന്തോഷം കണ്ടെത്തിടത്തോളം കാലം നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മൾ രോഗങ്ങൾക്ക് അടിമയാവുകയാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുക. സെൽഫ് റെസ്പെക്ട് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അവരവരിലുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തുക, അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആത്മാഭിമാനം കൊള്ളുക. നമ്മൾ മറ്റുള്ളവരുടെ മക്കളുടെയോ ഹസ്ബൻഡിന്റെയോ കാര്യങ്ങളൊക്കെ കൊണ്ട് അഭിമാനം കൊള്ളുകയല്ല ചെയ്യേണ്ടത്. എനിക്കും കഴിവുണ്ട്, എന്നിലുള്ള കഴിവിനെ ഞാൻ കണ്ടെത്തുക, അതിൽ സന്തോഷിക്കുക. അപ്പൊ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മവിശ്വാസം കൂടും. അപ്പൊ നമുക്ക് നല്ല സമാധാനം കിട്ടും, റിലാക്സ് കിട്ടും മൈൻഡിന്. നമുക്ക് സന്തോഷം കണ്ടെത്തണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവരിതൊന്നും ഓർക്കാറ് പോലും ഇല്ല. അവരുടെ ഒരു കാലമാകുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ മക്കളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, മക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ പേരൻസും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ ജീവിക്കുന്നത്. പക്ഷെ അവരൊരു ഇതായി കഴിയുമ്പോൾ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്ന് അവർ ഓർക്കാറ് പോലും ഇല്ല. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെയാണ്. എല്ലാവരും ഒന്നല്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്കൊരു ലൈഫൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യമായിട്ട് അങ്ങ് പോകും. പിന്നെ നമ്മളെ ഒന്നും കുറച്ചൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കതൊരു വിഷമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നല്ല സമയത്ത് നമുക്ക് വേണ്ടിയും കൂടെ കുറച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാത്തിനും നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവരവരെ റെസ്പെക്ട് ചെയ്ത് അവരോടുള്ള സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമ്മളിപ്പോ എന്താ ചെയ്യണം? നമുക്കൊരു നല്ല ഡ്രസ്സ് കണ്ടാൽ പോലും നമുക്ക് വാങ്ങിക്കാൻ തോന്നത്തില്ല. നമ്മൾ എന്താ എന്റെ മോക്ക് ഇത് കൊള്ളാവല്ലോ, അല്ലെ എന്റെ മോൻ ഇത് കൊള്ളാവല്ലോ, അല്ലെ ഹസ്ബൻഡിന്, അല്ലെ വൈഫിന്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണ്ടേ? അപ്പൊ പണം അത്രയും നമുക്ക് കുറയും എന്നൊരു ചിന്തയാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടി കുറച്ച് വരുമാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. പൈസ വേണം. ഇപ്പൊ നമുക്കൊരു ചെറിയ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചെലവഴിക്കേണ്ട സമയങ്ങൾ വരുമ്പം അതിന് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടുന്ന വരുമാനമാണ്, പൈസയാണ്. അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളോട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ആശ്രയിക്കുകയാണ്, കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പുറകോട്ട് വരികയും നമ്മൾ എപ്പോഴും നമുക്ക് എന്താ ഒന്നുമില്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ക്രീം, അല്ലെങ്കിൽ ഒരു ഡൈ വാങ്ങിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ മറ്റൊരാളുടെ കൈ നീട്ടുമ്പോൾ അത് നമുക്കൊരു അകൽച്ച വരും. എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു വിഷമം തോന്നും. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും. നമുക്കെന്താ ഒരുങ്ങി നടന്നാല് നല്ല ഡ്രസ്സ് ഇട്ടാൽ നമുക്കെന്താ, ഇത് നമുക്ക് വേണം, നമ്മൾ ഇനി എന്നാ ഇടുന്നത്? അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് അവരവരുടെ കാര്യങ്ങളും നോക്കി പോവുക. നമുക്കും ഇല്ലേ ലൈഫ്? അത് നമ്മൾ സന്തോഷിക്കാൻ കണ്ടെത്തണം. ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുക. നമ്മളെല്ലാം ജീവിക്കുന്നത് നാളെയും ഇന്നലത്തെയും കുറിച്ച് ആലോചിച്ചാ ജീവിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞു പോയത് കഴിഞ്ഞ്, നാളെ വരാനുള്ളത് എന്തായാലും അത് സംഭവിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുക. ഈ ലൈഫ് നമുക്ക് ഈ നിമിഷം ഉള്ളതാണ്, അത് ജീവിക്കണം നമ്മള്. നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇന്നത്തെ സമയം നമ്മൾ ഉരുകി നാളത്തേക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ നമ്മളുടെ അസുഖക്കാരിയ നമ്മളൊരു 19 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ രോഗികളായി തീരുകയാണ്. നമ്മുടെ നല്ല സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മളൊരു രോഗങ്ങളിലേക്ക് നമ്മൾ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്.
നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്ടിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ചില നെഗറ്റീവ് ചിന്തകൾ നമ്മളെ എപ്പോ പറയുമോ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് അങ്ങനെ എന്തൊക്കെ ആയാലും നമുക്ക് സമാധാനം കിട്ടത്തില്ല. തീർച്ചയായിട്ടും കിട്ടും. എന്താ കിട്ടാത്തത്? നിങ്ങൾ കണ്ണടച്ചിരുന്ന് കുറച്ച് മനസ്സിന് നമ്മൾ സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി ശ്വാസം എടുക്കുക. നമ്മുടെ ശ്വാസത്തെ നമ്മൾ നിരീക്ഷിക്കാൻ നോക്കുമ്പോൾ നമുക്ക് മൈൻഡ് റിലാക്സ് ആവും, നമുക്ക് സമാധാനം കിട്ടും. കുറച്ച് മെഡിറ്റേഷൻ, കണ്ണുകളൊക്കെ അടച്ചിരുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് യോഗ ചെയ്യാം. അപ്പൊ ചോദിക്കും യോഗ ചെയ്താൽ എങ്ങനെ സമാധാനം കിട്ടും? യോഗ എന്താണെന്ന് അറിയാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത്. യോഗ എന്ന് പറയുന്നത് ശരീരവും മനസ്സുമായിട്ടുള്ള കൂടിച്ചേരലാണ്, ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ല. ഫിസിക്കൽ എക്സസൈസ് മാത്രമാണെങ്കിൽ നമ്മൾ ജിമ്മിനോ സൂംബയ്ക്കോ ഒക്കെ പോയാൽ മതി. പക്ഷെ ഇത് അങ്ങനല്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തും നമ്മുടെ സെൽഫ് റെസ്പെക്ട് നമുക്ക് കൂട്ടാനും നമുക്ക് എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാനും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദയയ്ക്കും കാരുണ്യം ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ത് പ്രശ്നത്തെയും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് കിട്ടും യോഗ ചെയ്യുമ്പോൾ. യോഗ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയ ക്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മൈൻഡിനെയും കൂടെ കൊള്ളുന്നതാണ്, കൂടുതൽ മൈൻഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിനെ സപ്പോർട്ട് ചെയ്യുക, എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന കാര്യം അതാണ്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾ യോഗയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ സ്വഭാവത്തെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. യോഗയിലൂടെ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും, ഉറപ്പായിട്ടും. നിങ്ങളിപ്പോ എവിടെയും പോയി യോഗ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. യൂട്യൂബിൽ തന്നെ നമ്മുടെ തന്നെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരുടെ ആയാലും നമ്മളത് ക്ലാസ് ട്രഡീഷണൽ ആയ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ നമ്മളിലൊരു മാറ്റം നമുക്ക് സംഭവിക്കും. എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും എന്നോട് പറയാറുണ്ട്, ടീച്ചറെ ആ ടീച്ചർ പറയുന്ന ഓരോ വാക്കും എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നത്. കുറച്ച് മോട്ടിവേഷൻ ആയ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. നമ്മുടെ ലൈഫിൽ, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് കിട്ടും. നിങ്ങൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് യോഗ ചെയ്യാനുള്ള സൗകര്യമുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്യുക. കുറച്ച് ഫിസിക്കൽ എക്സസൈസും മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് പ്രാണായാമങ്ങളും ധ്യാനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മളിലൊരു മാറ്റം സംഭവിക്കും. നമ്മളെല്ലാം ചെയ്യുന്ന എന്താ? മറ്റുള്ളവരെ അങ്ങ് മാറ്റാൻ നോക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് ഹസ്ബൻഡാണോ വൈഫാണോ മക്കളാണോ ഇവരെല്ലാം നമ്മൾ മാറ്റാൻ ശ്രമിക്കും തോറും നമ്മുടെ സമാധാനമാണ് പോകുന്നത്. അങ്ങനല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മളിലൊരു മാറ്റം സംഭവിക്കും. നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റും. അവരവരുടെ സ്വഭാവം അങ്ങനെയാണ്, നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. മാറ്റം നമ്മളിൽ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരും മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും, ക്ഷമിക്കുവാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ യാത്രകളും സന്തോഷങ്ങൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അത് മറ്റുള്ളവരിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അവരുടെ ജീവിതം സന്തോഷമാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം നമുക്കും കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും, നമ്മൾ പ്രയാസം അനുഭവിക്കും. തീർച്ചയായിട്ടും നമ്മളൊന്ന് കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആരും കാണത്തില്ല നമ്മളെ നോക്കാൻ. അതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കൾ അയ്യോ അവർ നോക്കത്തില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും പല ചിലപ്പോ ഒന്നും നമ്മുടെ കൂടെ മക്കൾ കാണത്തില്ല, അവര് ദൂരെയായിരിക്കും. കല്യാണം കഴിഞ്ഞ് അവര് ഭാര്യമാരുമായിട്ട് ദൂരെ പോവും. അയ്യോ അപ്പൊ എന്റെ മക്കൾ നോക്കിയില്ല എന്നൊന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നല്ല സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ ജീവിതം മാറ്റാനുള്ള വഴികളും ഒക്കെ നമ്മൾ കണ്ടെത്തുക. മെയിൻ ആയിട്ട് നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്കറിയാലോ എന്തും ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, കൈത്തൊഴിലുകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് വെച്ചു കൊടുത്താൽ തന്നെ എത്രയോ രൂപ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കൂടുതൽ വ്യവസായമുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തൊരു വരുമാന മാർഗം നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ നല്ല കാലത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു വീഴ്ച വന്നാലും അവിടെ നമുക്ക് പിടിച്ചുയർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ അങ്ങനെ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഋഷി യോഗ അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളും ഞാനതിൽ പറയാറുണ്ട്. മിക്ക ദിവസങ്ങളിൽ ഞാനിതിടും. അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.